ഇന്നലത്തെ നമ്മുടെ യാത്ര വളരെ പ്രശസ്തമായ ഇന്ത്യ ഗേറ്റിന് മുന്നിലായിരുന്നു അവസാനിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഡൽഹിയിലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ആഗ്രയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു നിർമ്മിതിയുണ്ട്. സ്നേഹത്തിൽ ചാലിച്ച് നിർമ്മിച്ച ഒരു നിർമ്മിതിയും മുഗളന്മാരുടെ കോട്ട ഗോപുരങ്ങളുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിൽ നമ്മൾ ഇന്ന് രാവിലെ കാണാൻ പോകുന്നത് കുത്തബ് മീനാറാണ്. ഇതാണ് കുത്തബ് മീനാറിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കവാടം. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, പ്രവേശന നിരക്കുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് നിരക്ക് ഇവിടെ. 1199 1503 ഇടയിൽ നിർമ്മിച്ചത് എന്ന് കണക്കാക്കുന്ന ഈ നിർമ്മിതി ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഡൽഹിയിലെ മെഹ്റൗളി എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് ഇവിടം. ഈ കാണുന്ന വലിയ കുത്തബ് മീനാറുണ്ടല്ലോ, അതൊരു മിന്നാരവും ഒപ്പം ഒരു വിജയ ഗോപുരവും കൂടിയാണ്. കുത്തുബ് സമുച്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ സ്ഥിതി ചെയ്യുന്നത്. തോമർ രജപുത്ര സ്ഥാപിച്ച ഡൽഹിയിലെ ഏറ്റവും പഴയ നഗരമായ ലാൽകോട്ടിൻ്റെ സ്ഥാനത്താണ് ഈ കുത്തബ് മീനാർ സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഇതൊരു വിജയഗോപുരമാണെന്ന് പറയാനൊരു കാരണമുണ്ട്. 1193 കുത്തബ് ദീൻ ഐബക്ക് ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രജപുത്ര രാജ്യത്തിൻ്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് കുത്തബ് മീനാറിൻ്റെ 1ാം നിലയുടെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ഇത് കാലങ്ങളെടുത്ത് വർഷങ്ങളെടുത്തിട്ടാണ് അത് പൂർത്തിയാക്കിയത്. അത് പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. പിന്നീട് ഭരിച്ച ഒത്തിരി രാജാക്കന്മാർ ഇതിൻ്റെ ഓരോ നിലകൾ പണിതിട്ടാണ് അവസാനം ഇൽത്തുമിഷിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഇത് ചതുരാകൃതിയിലുള്ള ഒരു മുറ്റത്തിൻ്റെ നടുക്കാണ് ഈ കുത്തബ് മീനാർ സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കുത്തബ് ദീൻ ഐബക്ക് ആയിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിന് ഉണ്ടാകാനുള്ള കാരണം. ഈ കാണുന്നതെല്ലാം കുത്തബ് സമുച്ചയത്തിൻ്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള നിരവധി സ്മാരകങ്ങളാണിതെല്ലാം. ഈ സ്മാരകങ്ങളാലാണ് ഈ മിനാരം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. മിനാരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മസ്ജിദ് ഉണ്ട്. ഇത് ഇദ്ദേഹം പണി കഴിപ്പിച്ച ഡൽഹിയിലെ ആദ്യത്തെ പള്ളിയാണ് കേട്ടോ. ഈ കുത്തബ് മീനാറിൻ്റെ വാസ്തുവിദ്യയിൽ 27ഓളം ജൈന ഹിന്ദു ക്ഷേത്രങ്ങളുടെ കൊത്തുപണികളും വാസ്തുവിദ്യ ശൈലിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിന് ചുവന്നതും ചാരനിറത്തിലുള്ള മണൽക്കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 നിലകളുള്ള ഈ നിർമ്മിതിയുടെ അടിത്തറയിൽ ഇസ്ലാമിക കാലിഗ്രാഫിയുടെ ഒരു ശൈലി നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മൊത്തത്തിൽ ഏകദേശം 397 ചവിട്ടുപടികളുള്ള ഈ 5 നില മിനാരത്തിന് 72 മീറ്റർ ഉയരം കണക്കാക്കുന്നുണ്ട്. പ്രവേശന നിരക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി 1-2 നില കയറി കാണാമായിരുന്നു. 1946 1976 1981 നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു, മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിയിട്ട്. അതിൽ 1981 45 സ്കൂൾ കുട്ടികളുടെ മരണത്തോടെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിർത്തലാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ. തൽക്കാലം കുത്തബ് മീനാറിൽ നിന്നും യാത്ര പറഞ്ഞ് ഡൽഹിയിലെ മറ്റൊരു സ്ഥലത്തേക്ക്. കുത്തബ് മീനാറിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ കാണാനാണ്. ഈ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. 1986 ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. ബഹായി എന്ന് പറയുന്ന ഒരു കൂട്ടം വിശ്വാസമുള്ള ആൾക്കാരുടെ ആരാധനാലയമാണ് കേട്ടോ ഇത്. ഈ ബഹായി എന്ന് പറയുന്ന ആ വിശ്വാസമുള്ള ആൾക്കാരെ പറ്റി ഞാൻ കേൾക്കുന്നത് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ്. ഈ ആരാധനാലയത്തിൻ്റെ നിർമ്മാണ രീതി കൊണ്ട് തന്നെ ഇത് വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. ഏകദേശം ഒരു താമരയുടെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ പല കോണുകളിലും ഇതുപോലെ ബഹായി വിശ്വാസമുള്ള ധാരാളം ആളുകളുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇവർക്ക് ആരാധനാലയങ്ങളും ഉണ്ട്. അവിടെ ഉള്ള പോലെ തന്നെ ഇവിടെയും മതമോ രാഷ്ട്രീയമോ മറ്റുള്ള ഏതെങ്കിലും ചിഹ്നമോ ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയ്ക്കോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. വിശാലമായ പൂന്തോട്ടം, അതിൻ്റെ നടുക്ക് ചെറിയൊരു കുളം, അതിൻ്റെ നടുക്കായിട്ടാണ് ഈ വിടർന്നു നിൽക്കുന്ന താമരയുടെ രൂപത്തിൽ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. 1977 തറക്കല്ലിട്ട ഈ മഹത്തായ നിർമ്മിതി 1986 ഡിസംബർ 24 പണി തീർന്ന് തുറന്നു കൊടുത്തത്. ഏകദേശം 9 മതങ്ങളുടെ സംയോജനമായിട്ടാണ് ഈ ബഹായിസത്തെ അംഗീകരിക്കപ്പെടുന്നത്. തൽക്കാലം ലോട്ടസ് ടെമ്പിളിൽ നിന്നും യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്.
ഈ കാണുന്നതാണ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ അക്ഷർധാം ടെമ്പിൾ എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഒരു ദിവസം പോക്കാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം അതിനകത്തേക്ക് കയറിയില്ല. കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൊബൈൽ, ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ബാഗുകളെല്ലാം അതിൻ്റെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ജമ്മുവിലെ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ വേണം പോകാനായിട്ട്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റെല്ലാം ഇട്ടിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അക്ഷർധാം ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നീ പ്രമുഖരുടെ സ്മൃതി മണ്ഡപം നിലനിൽക്കുന്ന രാജ്ഘട്ടിലേക്കാണ്. ഇവിടെയാണ് അതിനകത്ത് കടക്കാനുള്ള പ്രധാന കവാടം. ഈ പ്രധാന കവാടം കടന്ന് ഏറെ ദൂരം നടക്കേണ്ടതുണ്ട് നമുക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക്. ഈ രാജ്ഘട്ട് ഡൽഹിയിലെ സ്മൃതി മണ്ഡപങ്ങളുടെയും സ്മാരകങ്ങളുടെയും ഒരു സമുച്ചയം തന്നെയാണ്. ഏകദേശം 52 ഏക്കറിൽ യമുനയുടെ തീരത്ത് പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മൃതി മണ്ഡപമായി മാറിയത്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നതാണ് മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപം. അത് ഇതാണ് കേട്ടോ. കറുത്ത മാർബിൾ പ്രതലത്തിൽ ഉയർത്തിയ ആദ്യത്തെ സ്മാരകം. എപ്പോഴും ഒരു എരിയുന്ന തിരി ഉണ്ടാവും, അവിടെ ജ്യോതി ഉണ്ടാവും. പൂക്കൾ കൊണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നത് കാണാം നമുക്ക്. വളരെ ലളിതമായി ചതുരാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശിലാവേദിയാണ് കേട്ടോ ഈ സ്മാരകം മഹാത്മാഗാന്ധിയുടെ. ജവഹർലാൽ നെഹ്റു അടക്കം ഏകദേശം 25ഓളം പ്രധാനപ്പെട്ട ആളുകളുടെ സമാധി സ്ഥലമാണ് കേട്ടോ ഇവിടം. എല്ലാത്തിനും ഓരോരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ഈ ഓരോരോ ആളുകളുടെ സമാധി സ്ഥലത്തിനും ഓരോരോ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം ഒത്തിരി ദൂരം നടന്നെങ്കിൽ മാത്രമേ നമുക്കിത് മൊത്തമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. 52 ഏക്കർ ഉണ്ടെന്ന് ഓർക്കണം. രാജ്ഘട്ടിൽ നിന്നും നേരെ തിരിച്ച് ഡൽഹിയുടെ നഗരവീതിയിലൂടെ ഒരു കറക്കം. ലക്ഷ്യം റെഡ് ഫോർട്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതിനുള്ളിൽ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അതുകൊണ്ട് സന്ദർശന സമയം വെട്ടിച്ചുരുക്കിയിരുന്നു. ഇതറിയാതെയാണ് അവിടെ ചെന്നുപെട്ടത്. ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഇതാണ് സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന റെഡ് ഫോർട്ട്. പുറത്തുനിന്നും കാണേണ്ടി വന്നു. അത് വളരെ വിഷമമുണ്ട്. മുഗൾ ചക്രവർത്തിമാരുടെ പ്രധാന വസതിയായിരുന്നു ഇത്. 1639-നും 1640-നും ഇടയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. ഷാജഹാൻ ചക്രവർത്തി ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് തൻ്റെ തലസ്ഥാനം മാറ്റുന്നതിന് ആലോചിച്ചപ്പോൾ പണിത കോട്ടയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ഈ ചെങ്കോട്ടയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതോടുകൂടി ഡൽഹിയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇനി ആഗ്രയിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ആഗ്രയിലേക്ക് പോകുന്ന വഴി ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മഥുരയിലുള്ള ഒരു ക്ഷേത്രമാണിത്. ആ മഥുര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ്. അതും കൂടി ഒന്ന് കണ്ടേക്കാം എന്നോർത്ത് ഇവിടെ ഇറങ്ങി. അതൊന്ന് കണ്ടിട്ട് നേരെ ഇനി ആഗ്രയിലെ ആ പ്രധാനപ്പെട്ട നിർമ്മിതി കാണാനാണ് പോകുന്നത്. മഥുരയിൽ നിന്നും ഞങ്ങൾ ആഗ്രയുടെ മണ്ണിലേക്കെത്തി. ഇവിടെയാണ് അചഞ്ചലമായ സ്നേഹത്തിൽ തീർത്ത ഒരു വെണ്ണക്കൽ നിർമ്മിതിയുള്ളത്. അതെ, അത് മറ്റൊന്നുമല്ല, താജ്മഹൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഏറെ ദൂരം നടക്കാനുണ്ട് കേട്ടോ ഈ താജ്മഹലിൻ്റെ അങ്ങോട്ട്. ഇതുപോലെയുള്ള ബാറ്ററി വാഹനങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. അതിൽ കയറി നമുക്ക് താജ്മഹലിൻ്റെ സമീപത്ത് പോയി ഇറങ്ങാം. കുറച്ച് പേരായിട്ട് ഓരോരോ വണ്ടികളിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ കൊണ്ടിറക്കുന്നത് താജ്മഹലിൻ്റെ പടിഞ്ഞാറേ കവാടത്തിലാണ് കേട്ടോ. ശരിക്കും താജ്മഹലിലേക്ക് പ്രവേശിക്കാനായിട്ട് 3 പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഉള്ളത്. ഈ വശങ്ങളിൽ കാണുന്നതെല്ലാം താജ്മഹലിൻ്റെ സുവനീർ ഷോപ്പുകളാണ്. ഇവിടെ പ്രവേശന നിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇടതുവശത്ത് കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. കൂടെയുള്ള ഒരാൾ എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡൊക്കെ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കുവാനായിട്ട് പോയി. ഇന്ത്യൻ പൗരന്മാർക്ക് ഒരാൾക്ക് 35 രൂപയാണ് നിരക്ക്. വിദേശ പൗരന്മാർക്ക് 1000 രൂപയാണ് നിരക്ക് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് ലഘുഭക്ഷണവും ചായയെല്ലാം കുടിച്ച് അവിടെ തന്നെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. താജ്മഹലിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് കേട്ടോ. ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും രേഖ നമ്മുടെ കയ്യിലുണ്ടാകണം. ഇനി കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരെ സ്ക്രീൻഷോട്ട് കാണിച്ചാലും മതിയാകും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിദേശ പൗരന്മാരുടെ നിരക്കായ 1000 രൂപ കൊടുത്ത് ഇതിനകത്ത് കയറേണ്ടി വരും. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഒരു തിരിച്ചറിയൽ കാർഡും ഇല്ല, ഒരു രേഖയുമില്ല. ഈ കൂടെയുള്ള എൻ്റെ ആൾക്കാരുടെ കയ്യിലുള്ള രേഖകൾ കാണിച്ച്
അവരെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഇവരുടെ കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. അത് ഇനി വേറെ മാർഗ്ഗമുള്ളൂ. എന്തായാലും ഞാൻ 1000 രൂപ കൊടുത്ത് ഇതിനെ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാം. ആ കാണുന്നതാണ് കേട്ടോ അകത്തേക്ക് കടക്കാനുള്ള കവാടം. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് വന്നേനെ. ഏറെ കെഞ്ചി പറഞ്ഞു നോക്കി, എൻ്റെ ഫാമിലിയാണ് കൂടെയുള്ളത് എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. 1000 രൂപ കൊടുത്ത് കയറാനാണ് പറയുന്നത്. യമുന നദിയുടെ തീരത്ത് 42 ഏക്കർ വിസ്തൃതിയിലുള്ള പ്രദേശത്ത് മനോഹരമായി നിർമ്മിച്ച പൂന്തോട്ടത്തിന് നടുവിലായി വെളുത്ത വെണ്ണക്കൽ മാർബിളിൽ തീർത്ത ഒരു സ്മാരകമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. വിശാലമായ പൂന്തോട്ടമാണ്, നല്ല സുന്ദരമായ പൂന്തോട്ടമാണ്. നടന്നു വരുന്നവർക്ക്, ക്ഷീണിക്കുന്നവർക്കൊക്കെ ഇരിക്കാനായിട്ട് ഓരോ മരച്ചൂടുകളിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. താജ്മഹലിൻ്റെ പ്രധാന പടിപ്പുരയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കടന്നു വേണം താജ്മഹൽ കാണുവാനായിട്ട് പോകാനായി. ഇത് കടന്നു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് നമ്മുടെ സുന്ദരമായ ആ വെണ്ണക്കൽ നിർമ്മിതി താജ്മഹൽ. ഏകദേശം 1631 5ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാനാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയായി നേരിട്ട് കാണാനുള്ള ആഗ്രഹം നടന്നില്ല. അതിനു മുന്നേ അദ്ദേഹത്തെ തടവിലാക്കി. ലോകത്തെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട 3ാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് മഹൽ. അവരുടെ സ്മരണയ്ക്കായിട്ടായിരുന്നു ഇത് പണി കഴിപ്പിച്ചത്. ശരിക്കും പേർഷ്യൻ രാജകുമാരിയായിരുന്നു ഈ മുംതാസ്. 13ാമത്തെയോ അല്ലെങ്കിൽ 14ാമത്തെയോ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം കലാപം അടിച്ചമർത്താനായിട്ട് സുൽത്താനോടൊപ്പം പോകുമ്പോൾ ബുർഹാൻപൂരി എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ പ്രസവാനന്തരം രക്തസ്രാവം ഉണ്ടായിട്ടാണ് മരിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. തൻ്റെ പ്രിയ പത്നിയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മഹൽ നിർമ്മിച്ചത്. ഇതിൽ തന്നെയാണ് ഷാജഹാൻ ചക്രവർത്തിയുടെയും പ്രിയ പത്നിയായ മുംതാസിൻ്റെയും ശവകുടീരങ്ങൾ ഉള്ളത്. ഷാജഹാൻ്റെ മകനായിരുന്ന ഔറംഗസീബാണ് ഷാജഹാനെ തടവിലാക്കിയതാകട്ടെ ആഗ്ര കോട്ടയുടെ ഉള്ളിലുള്ള ഒരു ഇരുണ്ട മുറിയിലായിരുന്നു. എല്ലാ ദിവസവും ഈ മുറിയിൽ നിന്നും താജ്മഹൽ കാണാൻ കഴിയുമിതമായിരുന്നു ഈ തടവറ ഉണ്ടായിരുന്നത്. താജ്മഹലിൻ്റെ ഈ ഓരത്തോടെ ഒഴുകുന്നതാണ് പ്രസിദ്ധമായ യമുന നദി. കാലക്രമേണ വാർദ്ധക്യം ബാധിക്കുകയും നടക്കാൻ പറ്റാതാകുകയും ചെയ്തു. തന്മൂലം വളരെ ദുഃഖിതനായ അദ്ദേഹത്തിന് താജ്മഹൽ കാണാനായി മുറിക്കുള്ളിൽ ഒരു കണ്ണാടി സ്ഥാപിച്ചു കൊടുത്തു. ഇതിൽ നിന്നും വരുന്ന പ്രതിബിംബത്തിലൂടെയായിരുന്നു അന്ത്യനാളുകളിൽ താജ്മഹലിനെ തൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ ഓർമ്മകൾ പേറി നിൽക്കുന്ന ആ മണി സൗധത്തിൻ്റെ കാഴ്ചകൾ കണ്ടിരുന്നത്. തൻ്റെ ഭാര്യയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൽ തീർത്ത താജ്മഹലിൻ്റെ മുന്നിൽ നിന്നും തൽക്കാലം യാത്ര പറഞ്ഞ് ഷാജഹാനെ തടവിൽ പാർപ്പിച്ച ആഗ്ര കോട്ടയിലേക്ക്. ഈ കാണുന്നതാണ് ആഗ്ര കോട്ട, അല്ലെങ്കിൽ ആഗ്ര ചെങ്കോട്ട എന്നറിയപ്പെടുന്നത്. മുഗൾ ചക്രവർത്തിമാരുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് വരെ നിരവധി മുഗൾ ചക്രവർത്തിമാർ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാൻ കഴിയും കേട്ടോ. 1ാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷമാണ് മുഗളന്മാർ ഈ കോട്ട പിടിച്ചടക്കിയത്. ഈ കോട്ട ആദ്യമായി പണിതത് ആരാണ് എന്നുള്ള കാര്യം ഒരിടത്തും ലഭ്യമല്ല. എങ്കിലും അക്ബറാണിത് പണിതത് എന്നാണ് പറയപ്പെടുന്നത്. അക്ബറിൻ്റെ മകനായിരുന്ന ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഈ സ്ഥലവും ഈ കോട്ടയും ഇന്നത്തെ പ്രൗഢിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. ആനകൾക്കൊക്കെ സുഗമമായി നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ പണിതിട്ടുള്ള ചെരിഞ്ഞ ഒരു പാതയാണ് കേട്ടോ ഇത്. യുദ്ധം ജയിച്ച മുഗൾ ചക്രവർത്തിമാർ ആനപ്പുറത്ത് ഈ പാതയിലൂടെയായിരുന്നു എഴുന്നള്ളിയിരുന്നത്. ഈ കാണുന്നത് അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ച ജഹാംഗീറി മഹൽ എന്നൊരു കൊട്ടാരമാണ്. ഇത് പണി കഴിപ്പിക്കുമ്പോൾ അക്ബർ ചക്രവർത്തിയുടെ രജപുത്ര ഭാര്യമാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പിന്നീട് വന്ന ജഹാംഗീർ ചക്രവർത്തി ഇത് തൻ്റെ അന്തഃപുരമായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വലിയൊരു മൺപാത്രം കാണാം. ഇത് ജഹാംഗീർ ചക്രവർത്തി കുളിക്കുന്ന സ്ഥലമായിരുന്നു. ബാത്ത് ടബ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാണ്ട് 5-5.5 അടി ഉയരമുള്ള ഈ വെള്ളം നിറച്ച പാത്രത്തിലേക്ക് ഇറങ്ങാനായിട്ട് പുറത്തുനിന്ന് കയറാനായിട്ടുള്ള ചവിട്ടുപടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ചവിട്ടുപടിയും നമുക്ക് കാണാൻ പറ്റും. ആവശ്യമെങ്കിൽ ആഗ്ര ഫോർട്ടിൽ ഗൈഡുമാരുടെ സേവനം ലഭ്യമാണ് കേട്ടോ. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ചരിത്രമൊന്നും അറിയാതെയായിരിക്കുമല്ലോ നമ്മളെല്ലാം വരുന്നത്. അപ്പോൾ ഒരു ഗൈഡിൻ്റെ സേവനം ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്തായാലും ഞങ്ങളൊരു ഗൈഡിൻ്റെ സേവനം ഉപയോഗിച്ചു. അതെന്തൊക്കെയാലും ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ആഗ്ര ഫോർട്ടിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാമെന്ന്.
ഇത് ആഗ്ര ഫോർട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന താജ്മഹലിൻ്റെ ദൃശ്യമാണത്. ഇദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. ഇദ്ദേഹം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു തന്നു കേട്ടോ. മുന്നിൽ ഈ കാണുന്നത് ഷാജഹാൻ്റെ മകളായിരുന്ന ജഹനാരയുടെ കിടപ്പുമുറിയും വിശ്രമത്തിനുള്ള സ്ഥലവും മറ്റുമാണ്. ഇത്രയും സ്ഥലം മാത്രമാണ് ഈ വലിയ കോട്ടയ്ക്കുള്ളിൽ ജഹനാരയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ദിവാനി ഖാസിൻ്റെ മുറ്റത്ത് ഒരു വശത്ത് ഇതുപോലെ ഒരു കറുത്ത ഇരിപ്പിടമുണ്ട്. തഖ്ത് ഇ ജഹാംഗീർ അഥവാ ജഹാംഗീറിൻ്റെ സിംഹാസനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം ശില കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ അവിടെ നിന്ന് എങ്ങനെയാണാവോ ഇതിവിടെ എത്തിച്ചത്. ഈ കാണുന്ന നടുമുറ്റമുണ്ടല്ലോ, അതിനെ മിനാ ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. ബസാർ എന്നത് വെറുതെ പറയുന്ന ഒരു പേരല്ല കേട്ടോ. ഈ കോട്ടയ്ക്കകത്തെ ഒരു ചെറിയ ചന്തയായിരുന്നു ഇത്. ചുറ്റുമുള്ള കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് കൊട്ടാരത്തിലെ അന്തഃപുരത്തിലെ സ്ത്രീകളായിരുന്നു. ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പലവിധ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ കച്ചവടക്കാരെത്തും. അന്നത്തെ കാലത്തൊന്നും അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ഇവിടേക്ക് വരികയായിരുന്നു ചെയ്തിരുന്നത്. അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളും പെർഫ്യൂം, അതേപോലെ അത്തറ്, വള, മാല, കമ്മൽ, ചാന്ത്, കൺമഷി അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ടാണ് കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നത്. ഇത് നോക്കൂ, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഈ കോട്ടകളിലൊക്കെ ഡ്രെയിനേജ് സംവിധാനം. ഇത് ഈ ആഗ്ര ഫോർട്ടിലെ ഒരു ഡ്രെയിനേജ് സംവിധാനമാണിത്. എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന അഴുക്കുള്ള വെള്ളം ഈ കുഴിയിലേക്ക് വന്ന് വീണിട്ട് ഇവിടെ നിന്ന് ആണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഈ വലത്തുവശത്ത് കാണുന്ന നീളമേറിയ കെട്ടിടവും ഈ പൂന്തോട്ടവുമെല്ലാം ജഹാംഗീറി മഹലിൻ്റെ ഭാഗമാണ്. ഈ കാണുന്നത് ഷാജഹാൻ്റെ അന്തഃപുരമാണ്. ഏകദേശം 350ഓളം ഭാര്യമാരുണ്ടായിരുന്നു ഷാജഹാന്. അവർ താമസിച്ചിരുന്ന ഹറമാണിത്. പരപുരുഷന്മാരുടെ ദൃഷ്ടിയിൽപ്പെടാതെ അന്തഃപുര സ്ത്രീകൾ താമസിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. ഷാജഹാൻ ചക്രവർത്തിയുടെ മക്കളുടെ അധികാരക്കൊതി മൂലമാണ് ഷാജഹാന് തടവിൽ കിടക്കേണ്ടി വന്നത്. നീണ്ട 8 വർഷമാണ് അദ്ദേഹം തടവിൽ കിടന്നത്. അവിടെ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. ഷാജഹാൻ്റെ മക്കളായ നിരവധി പേര് തമ്മിൽ പരസ്പരം പോരടിച്ചു. അതിൽ ഔറംഗസീബ് തൻ്റെ സഹോദരന്മാരെ കൊന്നതിന് ശേഷമാണ് അധികാരത്തിൽ വരുന്നത്. മുഗളന്മാർ ആഗ്ര ഫോർട്ട് കീഴടക്കുന്നതിന് മുന്നേ ഇത് രജപുത്രരുടെ കയ്യിലായിരുന്നു. ചെറിയൊരു കോട്ടയായിരുന്നു. ഇതിൻ്റെ കോട്ടയുടെ ഭിത്തികളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചുവന്ന കല്ലുകൾ കൊണ്ടാണ്. പഞ്ചാബിൻ്റെയും ഡൽഹിയുടെയും കാഴ്ചകൾ കണ്ട്, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ശൗകുടീരവും കണ്ട് ഇവിടുന്ന് യാത്ര പറഞ്ഞ് ദേശസഞ്ചാരി ഹിമാചൽ പ്രദേശിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.